ആ ബാഹുബലി മാർക്കാണ് സീന് വരുന്നത്. ആ മക്കളെ മഴ ഉണ്ടീ ഞങ്ങള് അള്ളാൻ്റെ അനുഗ്രഹം കഴിഞ്ഞിറങ്ങിയിട്ട് ചെയ്തു പല കേക്കിയിട്ടില്ല. ലാസ്റ്റ് കൂട്ട് അവിടെ ഇറക്കി ചെയ്തോ. മഴ ചെയ്ത് മഴ ഇഞ്ഞു ചെയ്തോട്ടല്ല ഫുള്ള് വേണ്ട ഇൻഷാല്ലാ നമ്മളിവിടെ ഉണ്ട്. അപ്പോൾ ഇതാ ആ കൂട്ടും കൂടി മക്കളെ അതേമാതിരി ഒരു വീഡിയോ എടുക്കാൻ അവിടെ നല്ലൊരു ആണി കയറിയിട്ട്. കാരണം ഇന്ന് ഹോസ്പിറ്റലിൽ പോകണം. ആണി നല്ല സെറ്റപ്പിൽ കയറി എന്റെയെന്ന് ആവശ്യം ഞാൻ ശ്രദ്ധ ഉണ്ടാവില്ല. അത് പോട്ടെ ഈ ആണിട്ട് ഇതിമൊരു ആണിൻ്റെ ഇതിമൊരു ആണി കഴിഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ഒരു സാധനങ്ങൾ നാശാക്കാതെ പണിയെടുത്ത് കണ്ടാ ഒരു സാധനം നാശാക്കിയിട്ടില്ല. ഓക്കെ കാരണം ഇതിമൊക്കെ ഇത് കണ്ടില്ല പൊഴുത്ത് നല്ല ഫുള്ള് സെറ്റാക്കിയിട്ട് അതാ ഒരു നിലം കോൺക്രീറ്റ് ഇട്ടാൽ അത് മകളെ വൈബോക്കാണ്. എന്താ ഭംഗിയാ ആകാശം ഇങ്ങനെ എന്താ പറയാ മാസം കാലാവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഒക്കെയാണ് വൈബ്രേറ്റർ എവിടെ ഇടുന്നത്. ആ ബീഡിങ്ങിലാണ് വൈബ്രേറ്റർ ഇടുന്നത്. അതിൻ്റെ അടി കാണിയായിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കണം. കാരണം എന്താ പറയുക മണലാണ് ഈ നനക്കണ ഭാഗം. ഈ നനക്കണ ഭാഗം ഫുള്ള് നനച്ചിട്ട് ഫുള്ള് സെറ്റാക്കട്ടെ. നമ്മൾ നല്ല നനച്ചു കൊടുക്കണ്ട നന്നാക്കിയിട്ട് വൈബ്രേറ്റർ അടികൾ അതും സെറ്റാണ്. വെള്ളത്തിൻ്റെ സ്ലോപ്പ് കറക്റ്റ് ബാക്കിൽ എല്ലാ സൈഡിലും കറക്റ്റായിട്ട് സ്ലോപ്പ് ഇട്ടാ മകളെ ഒരു സൈഡ് ഇതാ ഫുള്ള് സെറ്റാക്കിയിട്ട് ഇങ്ങനെ പോകട്ടെ കംപ്ലീറ്റ്. ഇങ്ങനെ പോകാൻ കാരണം എന്താ പറയുക നമുക്ക് ഇവിടുന്ന് കൊണ്ടുവരുന്ന ഭാഗം എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടാ. ഇത് ജോയിൻ്റ് ഇല്ലാത്ത പരിപാടിയാട്ടോ. കഞ്ഞി കുടിക്കാനാകുമ്പോൾ എന്ത് ചെയ്യണം ഇത് കംപ്ലീറ്റ് ഇട്ടിട്ട് ഇറങ്ങണം എന്നാണ് ഇൻഷാല്ലാ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ടാട്ടോ ഇങ്ങനെ പോണേ. ഓക്കെ മേലത്തെ സ്ലാബ് ആയതുകൊണ്ട് തന്നെ പരമാവധി സ്പീഡ് പോകണം. അപ്പോൾ ഏകദേശം ഇതാ ഇങ്ങനെ സെറ്റായി വരാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആകെ ഇറപ്പിക്കണം. ഞാനൊക്കെ ഇറപ്പിക്കും കേട്ടോ. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ വാർപ്പാണ് തീർത്തിട്ട് ഇറങ്ങാമെന്നുള്ള ചിന്തയിലാണ് കേട്ടോ. ജോയിൻ്റ് അടിയില്ല ഈ ജോയിൻ്റ് ഒഴിവാക്കിയിട്ട് പരമാവധി ഒറ്റയടിക്ക് തീർക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ. കാരണം ഇവിടെ ഏറ്റവും വലിയ ടാസ്ക് പറഞ്ഞാൽ എന്ത് ചെയ്യുന്ന അറിയാം ഈ ചെടികളിതാ ഈ ചെടികളൊന്നും നാശാക്കരുത്. കൈമായ്മൊക്കെ പപ്പായും കാര്യങ്ങളും അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും നാശാക്കാതെ ചെയ്യണമെന്ന് ഞങ്ങളെ മനസ്സിൽ ഇൻഷാ അല്ലാ അതേപോലെ തന്നെ അയക്കണം കേട്ടോ. പിന്നെ ഇതിൽ ഏറ്റവും വലിയ പണി ആ അണ്ണനക്കാണ്. ആ അണ്ണന് കണ്ട ഈ എന്ത് മെഷീൻ ഓപ്പറേറ്റർ ചെയ്യുന്ന അണ്ണനാണ്. അണ്ണനക്കാണ് ഏറ്റവും കൂടുതൽ പണി തരണം കേട്ടോ. കാരണം അവന് പല കാര്യങ്ങളും നോക്കണം. അവനാണ് ഇത് മെയിൻ ശരിക്ക്. മേലതാ വാർപ്പ് ജോയിൻ്റ് ഇല്ലാതെ കഴിഞ്ഞിട്ടാണ് അവിടെ ഒരു ചട്ടി അരാതെ ഇട്ടാണ് അവിടുന്ന് തുടങ്ങണിച്ചിട്ട്. നിലം കോൺക്രീറ്റും കൂടി ഇതാ ഇതിൻ്റെ കൂടുതലാണ് പോകുന്നുണ്ട്. നിലം കോൺക്രീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും പറയലില്ല നല്ല ചേർന്നിട്ട് നല്ല സെറ്റാക്കിയിട്ട് കണ്ടില്ല നല്ല ഫുള്ള് സെറ്റാക്കിയിട്ട് അതാ ഒരു നിലം കോൺക്രീറ്റ് ഇട്ടാൽ അത് കംപ്ലീറ്റ് ക്ലിയർ ആവണം കേട്ടാ ഫുള്ള് മാഷാല്ലാ. അതേപോലെ ഗ്രൗട്ട് ഇതാ ഇങ്ങനെ അല്ല നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം അവരോട് ഉണ്ടില്ല. അവരിങ്ങനെ ആടുകൊണ്ട് കയറ്റുന്ന ഗ്രൗട്ട് ഒരു കംപ്ലൈൻറ്റ് കാലാകാലം ഉണ്ടാവില്ല. മകളെ വൈബോക്കാണ്. എന്താ ഭംഗിയാ ആകാശം ഇങ്ങനെ എന്താ പറയുക മാഷാല്ലാ. അത്രയും മനോഹാരിത ഇങ്ങനെ കാത്തു സൂക്ഷിക്കട്ടാ. അപ്പോൾ എന്താ പറയുക എന്തുണ്ട് നിങ്ങൾ ഈ സ്ലാബ് ഇതാ മാഷാല്ലാ ഒറ്റ ദിവസം കൊണ്ട് മറ്റേ ഇതിൻ്റെ മുന്നേ ഒറ്റ ദിവസം കഞ്ഞി കുടിക്കുന്നതിന് മുന്നേ കംപ്ലീറ്റ് അട്ട് തീർത്തിട്ട് 50 ആക്ക് കറക്റ്റ് 50 ആക്ക്. അപ്പോൾ 50 ആക്ക് ഇവിടെ കറക്റ്റായിട്ടാണ് പോയിട്ട്. കാരണം എന്താ പറയുക കഞ്ഞി കുടിക്കാൻ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് റാഹത്ത് കിട്ടില്ല. അപ്പോൾ എന്താ പറയുക ഇതൊക്കെ ഇനി രണ്ടാം പിടുത്തം പിടിച്ചാലാട്ടാ ജോയിൻ്റ് ചെയ്യാതെ 4 അട്ടി പൊടി ഒക്കെ തരാം 4 അട്ടി പൊടി. അപ്പോൾ എന്താ പറയുക കറക്റ്റ് വെള്ളം ഇവിടെ നിൽക്കണുണ്ടെങ്കിൽ ഈ വെള്ളം കണ്ട ഇതിപ്പോൾ വെള്ളം അടിച്ചാട്ടങ്ങൾ ഇത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മണലാണ്. അപ്പോൾ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല സെറ്റപ്പ് ആക്കിയിട്ട് എന്ത് ചെയ്തേ വെള്ളം അടിച്ചാട്ടപ്പോൾ ഇതൊന്ന്. കാരണം അത്രയും കഠിനമായ വെയിലാട്ടാ. മഴയുണ്ട് മഴനേക്കായും കൂടുതൽ വെയിലുണ്ട്. അങ്ങനെ ഒരു രീതിയിലാണ് ആ കാലാവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഒക്കെയാണ് വൈബ്രേറ്റർ എവിടെ ഇടുന്നത്. ആ ബീഡിങ്ങിലാണ് വൈബ്രേറ്റർ ഇടുന്നത്. അതിൻ്റെ അടി കാണിയായിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കണം. കാരണം എന്താ പറയുക മണലാണെങ്കിലും എംസാനാണെങ്കിലും പെട്ടെന്ന് സെറ്റാവും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അപ്പോൾ എന്താ പറയുക കണ്ടങ്ങൾ ഒന്നാണ്ട് വൈബ്രേറ്റർ താത്തി കൊടുക്കണേ. അപ്പോൾ എന്താ പറയുക ഈ സൈഡ് എടുക്കുന്ന സമയത്ത് ഇതാ ഒരിക്കലും പൊട്ടൂല കേട്ടോ. ഞാൻ പറഞ്ഞായിരിക്കും ആൾ വേണം പണിക്ക്. 1-2 ആളിട്ട് വന്നാൽ അതിനൊന്നും നേരം ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യണം നമ്മളൊരു പണിക്കുമ്പോൾ അവരൊരു പണിക്കണം മറ്റൊരു പണിക്കണം. ആ സമയത്താ നമ്മളാ ഉള്ള സമയം എന്ത് ചെയ്യുക ഹക്കായിട്ട് നല്ല രീതിയിൽ പണിയെടുക്കുക നല്ല മസൂത്തായി കൊടുക്കുക. അതേപോലെ തന്നെ അതേപോലെ തന്നെ വാർപ്പ് ഇങ്ങനെ കഴിഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ഒരു സാധനങ്ങൾ നാശാക്കാതെ പണിയെടുത്ത് കണ്ടാ ഒരു സാധനം നാശാക്കിയിട്ടില്ല. ഓക്കെ കാരണം ഇതിമൊക്കെ ഇത് കണ്ടില്ല പൊഴുത്ത് കണ്ടില്ല. കാരണം എന്താ പറയുക ഒരു സാധനം നാശാക്കാതെ നമ്മൾ ചെയ്ത് കിട്ടാം. ജവാൻ അച്ഛാ ഞാനിപ്പോൾ നിങ്ങൾക്ക് വൈബ്രേറ്റർ അവിടുന്ന് കാണിച്ചു തന്നിട്ട് അതിനായിട്ട് ഇട്ടാന്ന് പറയണ്ട കേട്ടോ ഒരാളും.
കാരണം എന്താ പറയുക കംപ്ലീറ്റ് സ്ഥലത്ത് അവിടെ പിടിച്ച് വൃത്തിയാക്കി വരാം കേട്ടോ. എല്ലാ ഭാഗത്തും കണ്ടില്ല അനുഭവിച്ച് വൈബ്രേറ്റർ ഇട്ടിട്ട് എന്താ ഇത്രയും മാഷാള്ള വൃത്തികെട്ട പണിയാണ്. 2 റൂം ഇതാ നിലം കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് കണ്ടില്ല നിങ്ങൾ. മാഷാള്ള സെറ്റാക്കി ചെയ്തിട്ടുണ്ട്. എന്ത് കാണാൻ തന്നെ ഇത് ഭംഗിയാറിയോ മാഷാള്ള കണ്ടില്ല. അതായത് കിച്ചൺ കേട്ടോ ഒന്ന്. ഓക്കെ മാഷാള്ള പരിപാടി സെറ്റായിട്ടാ. എല്ലാ ഭാഗം പരിപാടി കഴിഞ്ഞ് മഴ വരണിട്ടാ. മഴ ഇങ്ങനെ ചെറുതായിട്ട് തുള്ളിയിട്ടുണ്ട് മാഷാള്ള. വാർപ്പ് ഇങ്ങനെ കഴിഞ്ഞപ്പോൾ മഴ ഇങ്ങനെ തുള്ളിയിട്ടുണ്ട് കേട്ടോ. ചെറിയ തുള്ളി ഇങ്ങനെ ഇട്ടുണ്ട് കേട്ടോ. അവിടെ വെള്ളത്തിൻ്റെ സ്ലോപ്പ് ഉണ്ടെങ്കിൽ 5 റെഡ്യൂസറാണ് വാങ്ങിയത്. 1 2 3 ഇതാ 4 1 അവിടെ 1 5 കറക്റ്റ് ആ ഭാഗങ്ങൾക്കൊക്കെ വെള്ളം ഇറങ്ങിയിട്ടാണ് മാഷാള്ള. അപ്പോൾ ഇൻഷാല്ല ഓക്കെ സെറ്റല്ല. എങ്ങനെയുണ്ട് നമ്മളെ പരിപാടി? കറക്റ്റ് സ്ലോപ്പാക്കി വെച്ച് കൊടുത്തിട്ടാണ്. ഓക്കെ മക്കൾ അതേമാതിരി ഒരു വീഡിയോ എടുക്കാമെന്ന് അവിടുന്ന് നല്ലൊരു ആണി കയറിയിട്ട്. കാരണം ഇന്ന് ഹോസ്പിറ്റലിൽ പോകണം. ആണി നല്ല സെറ്റപ്പിൽ കയറി. എന്റെയെന്നാണ് പക്ഷേ ഞാൻ ശ്രദ്ധ ഉണ്ടായില്ല. അത് പോട്ടെ. ഈ ആണിട്ട് ഇതിമൊരു ആണിൻ്റെ തോന്നുന്നു. ഇതിമൊരു ആണി സെറ്റല്ലേ മക്കളെ? ഫുള്ള് ഉള്ളൊക്കെ കോൺക്രീറ്റ് ഇട്ടിട്ടാ മക്കളെ. അള്ളാൻ്റെ അനുഗ്രഹം ചൊരിഞ്ഞിട്ട് ഞങ്ങൾ കറക്റ്റ് കണ്ട് ഇറങ്ങി. ലാസ്റ്റ് കൂട്ട് ഇത് അവിടെ ഇറക്കി ചെയ്തോ. മഴ ഇനി ചെയ്തോട്ടല്ല ഫുള്ള് വേണ്ടാവും. ഇൻഷാല്ല നമ്മളിവിടെ ഉണ്ട്. അപ്പോൾ ഇതാ ആ കൂട്ടും കൂടി കണ്ട് ഇറങ്ങിയാൽ ഈ കൂട്ട് ഇവിടെ ഇട്ട് നമ്മളെ പരിപാടി കഴിഞ്ഞിട്ടാണ്. കണ്ടിട്ട് മാഷാല്ല നല്ല മഴ ഇങ്ങനെ വരുന്നുണ്ട്. നല്ല സെറ്റ് മഴ. ഓക്കെ മഴ ഇട്ടിന് കണ്ടില്ല. വെള്ളം ഇങ്ങനെ ഇട്ടിന് ഇൻഷാല്ല പെയ്തോട്ടെ. നന്നായി പെയ്തോട്ടെ. ഓക്കെ സെറ്റല്ലേ? ഒരു സാധനം നാസാക്കിയിട്ടില്ല നിങ്ങൾ. ഒരു സാധനം നാസാക്കിയിട്ടില്ല മക്കളെ. മഴ ഉണ്ടില്ല നിങ്ങൾ. അള്ളാൻ്റെ അനുഗ്രഹം കഴിഞ്ഞിറങ്ങിയിട്ട് ചെയ്തു പല കേക്കിയിട്ടില്ല. ചെയ്ത പല കേക്കിയിട്ടില്ല. മഴ ഇങ്ങനെ പെയ്യട്ടെ മാഷാല്ല. നല്ല റാഹത്തുള്ള വാർപ്പ്. ഓക്കെ വിടരുത്തിട്ടാ ആ കയറ് പൊട്ടിയാൽ അവ കൂടി പോകുമെന്നാവോ കൂടി. ഒരു ചെറിയൊരു നല്ല കുത്തനെ ഇറക്കട്ടെ. അതാണ് പ്രശ്നം. ഞാൻ ഇങ്ങോട്ട് കയറ്റാളെ ഒരാളാട്ടെ ഇവിടേക്ക്. ആ ബാഹുബലി മാർക്കാണ് സീന വരുന്നത്. ആ എന്താ പറയുക വലിയ കഷ്ടപ്പാടാണ് ഇട്ടത്. മുമ്പ് നമ്മൾ കാണണമായിരിക്കില്ല. കയറി കിട്ടി മനസ്സിലായി.